إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രാവശ്യവും ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു വിശ്വാസികളിൽ നിന്നും അവരുടെ ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. ഒട്ടനവധി ആളുകൾ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ ഇപ്രാവശ്യം മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഏറ്റവും ഉന്നതമായ ദറജ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകാൻ സാധിക്കാത്ത കുറെ ആളുകൾ ഉണ്ട്. അവർക്ക് അല്ലാഹു അതിനുള്ള ഒരു തൗഫീഖ് എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ. ഹജ്ജ് ഒരു നിർബന്ധ ബാധ്യതയാണ്. പോകാത്ത ആളുകൾക്ക് അത് പൂർത്തീകരിക്കാനുള്ള ഒരു താല്പര്യം, അത് ചെയ്യണമെന്നുള്ള ശക്തമായ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നത് ഒരു ഈമാനിന്റെ ലക്ഷണമാണ്. കാരണം അത് ഇസ്ലാം കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായിട്ടാണ് ഹജ്ജ് പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അതിന് ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടൊക്കെ ഒരു താക്കത്തുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ബാധ്യതയാണ്. എന്നാൽ ഹജ്ജിന്റെ അതേപോലെ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജിന്റെ അതേപോലത്തെ കൂലി ഇപ്പോ ഹദീസുകളിലൊക്കെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ഇന്നതിന് ഇന്ന കൂലി കിട്ടും, അങ്ങനെ പറഞ്ഞ ചില കർമ്മങ്ങൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടും, ഉംറയുടെ കൂലി കിട്ടും എന്നൊക്കെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കൂലിയാണ്, അല്ലെ? സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു
അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തെ പോലെ അവൻ പാപമില്ലാത്ത നിഷ്കളങ്കനാണെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക എന്നതാണ് ഹജ്ജിന്റെ ഒരു കൂലി. ആ നിബന്ധനയോടെ ഹജ്ജ് പൂർത്തിയാക്കിയ ഒരാൾക്ക് ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ പരിശുദ്ധി കിട്ടുമെന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവലാണ്. അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മറ്റൊരു ഉംറ വരെ പാപപരിഹാരമാണെന്നാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊക്കെ എന്തിനാ പറഞ്ഞാല് ഹജ്ജിന്റെ കൂലിയാണ്. അപ്പൊ ഹജ്ജിന്റെ അതേ കൂലി കിട്ടുമെന്ന് പറയുമ്പോ ഹജ്ജിന്റെ കൂലി എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളെ കുറിച്ച് അള്ളാന്റെ റസൂല് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് നേടിയെടുക്കാൻ എന്ത് വേണം? ഒന്ന്, അത് അറിവുണ്ടാകണം, അത് എന്തൊക്കെയാണെന്ന് അറിയണം. രണ്ട്, അതിനോട് ശക്തമായ ആഗ്രഹം ഉണ്ടാകണം. ആ കൂലി കിട്ടണം. അപ്പോഴേ നിയ്യത്ത് ഉണ്ടാവുള്ളൂ. ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ് നിയ്യത്ത് വരിക. അതിന് ആദ്യം അറിവുണ്ടാകണം, എന്നത് ചെയ്താലാണ് കിട്ടുക എന്നല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യമുണ്ട്. ദുനിയാവ് എന്നത് 4 കൂട്ടം ആളുകളുടേതാണ്. അള്ളാഹു സമ്പത്തും അറിവും നൽകിയവരാണ്. നല്ല സമ്പത്തുണ്ട്, നല്ല അറിവുണ്ട്. അവൻ അതുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കുകയും കുടുംബ ബന്ധം ചേർക്കുകയും അള്ളാഹുവിനുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവൻ ഏറ്റവും ഉയർന്ന ദർജയിലാണ്. അള്ളാഹു അറിവ് നൽകി, സമ്പത്ത് നൽകി. എല്ലാ അറിവും സമ്പത്തൊക്കെ അനുസരിച്ച് അയാൾ അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് കൂടുതൽ ഇബാദത്ത് ചെയ്ത് അയാൾ മുന്നേറുന്നു. എന്നാൽ വേറൊരാളോ അള്ളാഹു അയാൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്, പക്ഷെ സമ്പത്ത് നൽകിയിട്ടില്ല. പക്ഷെ അയാൾക്ക് എന്തുണ്ടാവും? സത്യസന്ധമായ ഒരു നിയ്യത്ത് ഉണ്ടാവും. അല്ലെ, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും, എനിക്ക് കുറച്ച് സമ്പത്ത് ഉണ്ടെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യും. ഇപ്പൊ സ്വതക്ക ചെയ്യുന്ന ആളുകളെ കാണുമ്പോ അതേപോലെ തന്നെ എന്താണ്, ഒരു ഹജ്ജിനൊരാൾ പോകുമ്പോൾ അയാളെ മനസ്സിലുണ്ടാവും, പടച്ചോനെ എനിക്കൊരു തൗഫീഖ് കൊണ്ട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാനും ഹജ്ജ് ചെയ്യും. അത് സത്യസന്ധമായ നിലപാടാണ്. ആ മനസ്സ് അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അവർക്ക് അതിന് തുല്യമായ പ്രതിഫലം ആ നിയ്യത്തിന് കിട്ടുമെന്നുള്ളതാണ്. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ആ ആഗ്രഹം വെച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ആ നിയ്യത്ത് കൊണ്ട് അയാൾക്ക് ആ കൂലി കിട്ടും. അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാള് സുബഹി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിച്ചു. എന്നിട്ട് അവിടെ തന്നെ സൂര്യോദയം വരെ അവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ ദിക്റിലും സ്മരണയിലും കഴിച്ചു കൂട്ടി. വാട്സപ്പിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് കണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നേരെ പഠിപ്പിച്ചല്ല. സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലി സൂര്യോദയം വരെ ആ സ്ഥലത്ത് ഇരുന്നാൽ, അള്ളാഹുവിന്റെ ദിക്റിൽ കഴിച്ചു കൂട്ടിയാൽ, എന്നിട്ട് സൂര്യൻ ഉദിച്ചൊരു കുന്തത്തിന്റെ അത്രയാണ് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അയാൾ 2 റക്അത്ത് നമസ്കരിച്ച് ഇഷ്റാഖിന്റെ നമസ്കാരം നമസ്കരിച്ചാൽ അയാൾക്ക് ഹജ്ജും ഉംറയും ചെയ്ത പൂർണ്ണ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പൊ എന്നൊന്നും പറ്റൂ, ചിലപ്പോ പറ്റുണ്ടാവില്ല. എന്നാലും ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ 1-2 ദിവസം ഒഴിവുള്ള ദിവസമെങ്കിലും ആ ഒരു കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സുബഹി കഴിഞ്ഞിട്ട് അവിടെ തന്നെ കുറച്ച് ദിക്റൊക്കെ ചൊല്ലി അവിടെ ഇരുന്ന് ആ സൂര്യോദയം കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് ആഗ്രഹം വെച്ച് നമസ്കരിച്ചാൽ എന്ത് ചെയ്യും? ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുമെന്നാണ്. മൻ സല്ലൽ ഗദാത ഫീ ജമാഅ ثم قعد يذكرullah حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة تامة എന്നാണ് റസൂൽ പറഞ്ഞത്. പരിപൂർണമായ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹു റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു എന്ന് തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മൾ സുബഹിക്ക് പള്ളിക്ക് ജമാഅത്തിന് കൃത്യസമയത്ത് എത്താറുണ്ടോ? വളരെ നേരത്തെയാണ് ഇപ്പൊ സുബഹി. നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് എത്താറുണ്ടോ? കുറച്ച് സൂര്യോദയം വരെ ആ പള്ളിയിൽ ഇരിക്കാൻ എപ്പോഴെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുള്ളൂ.
അപ്പോ ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ പ്രതിഫലം കിട്ടും എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. അപ്പൊ അതിന് അറിവുണ്ടാകണം. അങ്ങനെ പോയി അങ്ങനെ ഇരുന്നാൽ കിട്ടും എന്ന് അറിയണ്ട. പിന്നെ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമു നേടാൻ വേണ്ടി പള്ളിക്ക് പോകും. പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ട് രാവിലെ. അപ്പൊ ആ നിയ്യത്തിൽ നിസ്കരിക്കാൻ പോവുക എന്ന നിയ്യത്തിന്റെ കൂടെ ആ പള്ളിയിലെ ക്ലാസ്സും കൂടി കേൾക്കണം, ഖുർആൻ കേൾക്കണം, പഠിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ആ പള്ളിയിൽ പോയതെങ്കിൽ അയാൾക്ക് ഹജ്ജിന്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുന്നതാണ്. അബീ ഉമാമത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമൻ ഹജ്ജതുഹു. ആരെങ്കിലും അറിവ് പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് പരിപൂർണമായ ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് സ്വഹീഹിൽ കാണാം, ഹദീസിൽ കാണാം. അങ്ങനെ എത്ര പള്ളികൾ, എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സഹോദരങ്ങൾ, സ്ഥിരമായിട്ടുള്ള പഠന ക്ലാസ്, സുബൈക്ക് സ്ഥിരമായിട്ട് ഖുർആൻ ക്ലാസ് എടുക്കുന്ന പള്ളികളുണ്ട്, ചില ആഴ്ചയിൽ ചില ദിവസങ്ങളിലുള്ള പള്ളികളുണ്ട്. ഇവിടൊക്കെ ആ ഒരു വക്തിന് പോണ സന്ദർഭത്തിൽ അതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നിയ്യത്താക്കി കൊണ്ടുപോയാൽ അതിനും കൂടി പ്രതിഫലം നൽകുമെന്നാണ്. ഇതൊന്നും വലിയ മെനക്കെടില്ലാതെ കിട്ടണ, ചെറിയ മെനക്കെടുകൊണ്ട് കിട്ടുന്ന വലിയ വലിയ കൂലികളാണ്. പക്ഷെ അത് ആഗ്രഹിച്ച് നിയത്ത് വെച്ചാൽ തന്നെ കിട്ടുള്ളൂ, നഷ്ടപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ ഫർള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോവുക എന്നുള്ളത്, നമ്മൾ വീട്ടിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് നമ്മൾ ജമാഅത്തിന് പള്ളിയിലേക്ക് പോയാൽ മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം വമൻ ഖറജ ഇലാ തസ്ബീഹി മുഅ ലാ യുൻസിബുഹു ഇല്ലാ ഇയ്യാഹു ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. ഒരാൾ ഫർദ് നമസ്കാരത്തിന്, മക്തൂബത്തായ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ശുദ്ധിയാക്കി ഒതുടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഒരു ഇഹ്റാമിലുള്ള ഹാജിയുടെ പ്രതിഫലമാണ്. ആലോചിക്കി എത്ര ജമാഅത്തിന് നമ്മൾ പെരേന്ന് ഒതുണ്ടാക്കിയാണ്ട് പള്ളിക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ ആ പോകുമ്പോൾ നിയ്യത്ത് മനസ്സിലുമാണ്. ഇനി ഒരാൾ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പള്ളി പോയി വെച്ചപ്പോൾ വീടിന്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്, എന്നാ പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കാന്ന് വിചാരിച്ച് ഒരാള് ഇതേപോലെ ഉളു ചെയ്തു പോയാൽ അവിടെ അവന് ഉംറയുടെ പ്രതിഫലം. ഒരാള് ഉംറക്ക് ചെയ്താൽ എന്ത് പ്രതിഫലം കിട്ടാൻ കൂലിയാണ്. അങ്ങനെ അവൻ പോയിട്ട് ആ ദുഹാ നിസ്കരിച്ചാൽ കിട്ടണം. അപ്പൊ അത് സഹോദരൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യണതാണ്. അപ്പൊ ഇതൊക്കെ കുറച്ചൊരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ പ്രതിഫലം നേടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ, പലപ്പോഴും തിരക്കിലാവുമ്പോൾ എന്ത് ചെയ്യും, നിസ്കാരം കഴിഞ്ഞാൽ സ്കൂട്ടാവും. അവിടെ ഒന്ന് ഇരുന്നൊരു സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 വട്ടം ചൊല്ലിയാൽ സഹോദരങ്ങളെ ഈ ദിക്ർ തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? പാവപ്പെട്ട ആളുകള്, സമ്പത്തില്ലാത്ത സഹാബികള്, സമ്പത്തുള്ള സഹാബിമാര് അവര് സ്വതക്ക ചെയ്യുന്നതും അവര് ഹജ്ജ് ചെയ്യുന്നതൊക്കെ കണ്ട് അവരെ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞപ്പോഴാണ് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിക്കോളി. എന്നാ അവരുടെ ദർജയിലേക്ക് ഹജ്ജ് ചെയ്യുന്ന, നല്ലോണം സ്വതക്ക കൊടുക്കുന്ന ധനികന്മാരായ ആളുകളുടെ ദർജയിലേക്ക് നിങ്ങൾക്കും എത്താം എന്ന് പറഞ്ഞിട്ടാണ് ഈ സുബ്ഹാനല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചെല്ലിയാന്റെ കൂലിയപ്പത്രയാണ്. അപ്പൊ അതൊന്ന് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാല് അതും കൂടി ചെല്ലിയിട്ടൊന്ന് നീച്ചാൽ മതി. എന്തായാലും അവിടുന്ന് നീറ്റ് പോയാൽ പിന്നെ ചെല്ലല് നടക്കും. വിചാരിച്ചു ഈ നടക്കുമ്പോ ചെല്ല, വണ്ടിയിൽ ചെല്ലാന്നൊക്കെ വിചാരിച്ച് അവിടുന്ന് നീച്ചാണ് പോകും. പിന്നെ ചെല്ലലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വേറെ ആരെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞ് അതാണ് പോകും. അപ്പൊ അതുകൊണ്ട് ഒരു മിനിറ്റൊക്കെ എടുക്കുള്ളതിന് അതും കൂടി ചെല്ലിയിട്ട് അവിടുന്ന് നീച്ചാൽ മതി എന്നാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ റമദാനിൽ ഒരു ഉംറ ചെയ്താൽ നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത് കൂലിന്നാണ്. അപ്പൊ അങ്ങനെ എന്താണ് പലതരം. അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ കുടുംബത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട്, സാമ്പത്തികമായി വലിയ പ്രയാസം ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഓന്റെ ഹജ്ജൻ സ്പോൺസർ ചെയ്ത് നമ്മളിങ്ങനെ കൊല്ലം ഹജ്ജിന് പോകണ്ടാന്ന്, ഒരു കൊല്ലം നമ്മൾ ഓന്റെ ഹജ്ജൻ സ്പോൺസർ ചെയ്താൽ മതി, എന്നാ ഓന്റെ ഹജ്ജിന്റെ കൂലി നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളെ ഹജ്ജിന് ഒരുക്കിയാല്, ഒരാളെ യുദ്ധത്തിന് ഒരുക്കിയാല്,
അവന്റെ കുടുംബത്തെ സംരക്ഷിച്ചാൽ, ഹജ്ജിന് പോയ ഒരാളെ കുടുംബത്തെ നമ്മള്, ചില ആൾക്കാർ പറയും എന്തായാലും എന്താ ഹജ്ജിന് പോകാത്ത, ഞാനോട് പോയാൽ പിന്നെ ആരാ നോക്കുക, അവൻ നമ്മൾ നോക്കാം, എന്റെ ഏർപ്പാടൊക്കെ നമ്മൾ തൽക്കാലിച്ച് പോയി പോവാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാല് എന്ത് ചെയ്യും? അത് ഹജ്ജുകാരന്റെ കുടുംബത്തെ സംരക്ഷിച്ചാല്, നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാല് അതേ അവരിൽ ഒന്നും കുറയാതെ അതേ പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നാണ്. ഒരാൾ ഹജ്ജിന് പറഞ്ഞയച്ചു, ഉംറക്ക് പറഞ്ഞയച്ചു ചോദിച്ചു, അതിന്റെ കൂലി ഓന്റെ കൂലി ഓന് കിട്ടും, അതേ കൂലി നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ശ്രദ്ധയും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ഒട്ടേറെ അവസരങ്ങൾ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അതിലൊക്കെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി നീ നല്ല നിയത്തോടുകൂടി ചെയ്യാൻ പരമാവധി ശ്രമിക്കും. കാരണം ഈ പൾസർ നിന്നാല്, ഈ കണ്ണിന്റെ പോള അടഞ്ഞാല് സഹോദരങ്ങളെ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവൂ. പിന്നെ അക്കൗണ്ടിലെ പൈസ അല്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ച സമ്പത്തിന്റെ ആധിക്യമോ ഒന്നും പിന്നെ നമ്മളെ സഹായിക്കാണ്ടാവില്ല. നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രമാണ് നമ്മളേതായിട്ട് നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ഉള്ള സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്ക് എല്ലാവർക്കും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈമാനോടുകൂടെ മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അനർത്ഥമാക്കി ജീവിച്ചത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകുമാറാകട്ടെ. ഇനി ഹജ്ജിന് പോകാത്ത ആളുകൾ, ഇതേവരെ പോകാത്ത ആളുകൾ ചിലപ്പോ ഇങ്ങനെ പറയണ കാണാം, എന്താണ് അവിടെ നമ്മളെ ലോകത്ത് ഇത്ര പ്രശ്നങ്ങളാണ്, സാമ്പത്തികമായ പ്രയാസങ്ങളാണ്, ഇപ്പോ നമ്മൾ അവരെ സഹായിക്കുന്നതാണ് ഹജ്ജിന് പോകുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരിക്കലുമല്ല. ഹജ്ജിന് പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയലോകത്ത് പെൺകുട്ടികളെ കെട്ടിച്ചാണ്ടെന്നോ അയൽവാസിക്ക് വീടുണ്ടാക്കാണ്ട് എന്നുള്ളത് എന്തല്ല, ഹജ്ജിന് പോകാതെക്കാനുള്ള എക്സ്ക്യൂസ് അല്ല. അയാൾ ഹജ്ജിന് പോകുന്ന വേണം. അതിനേക്കാൾ വലുത് തന്നെയാണ് ഹജ്ജ് എന്നുള്ളത്. അങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, കലിമത്തു തൗഹീദ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് ഹജ്ജ്. അങ്ങനെ അതിനെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കാണാൻ പാടില്ല. കാരണം ഹജ്ജിന്റെ ചെലവ് കൂടി വരികയാണ്, ഹജ്ജിന്റെ ചാർജ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും ആൾക്കാർ. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അനാവശ്യമായി ഹജ്ജ് നീട്ടിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള ഒരു അവസ്ഥയിൽ തന്നെ ഹജ്ജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ 5 കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് റസൂൽ പറഞ്ഞത്. നിന്റെ മരണത്തിന് മുമ്പുള്ള ജീവിതം, ഈ കണ്ണടഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു. ഈ പൾസ് നിന്ന് ഒന്ന് അറ്റാക്ക് വന്ന് നല്ല സ്ട്രോക്ക് വന്ന് നീച്ചാൻ വെച്ചാണ്ടായ അന്തം കുന്തം പോയാൽ കഴിഞ്ഞു സഹോദരങ്ങളെ. ഈ മരണത്തിന് മുമ്പുള്ള ജീവിതം, അനാരോഗ്യത്തിന് മുമ്പുള്ള ഈ ആരോഗ്യം, ഈ തിരക്കിന് മുമ്പുള്ള ഈ ഒഴിവ് സമയം, വാർദ്ധക്യത്തിന് മുമ്പുള്ള ഈ യൗവനം, ദാരിദ്ര്യത്തിന് മുമ്പുള്ള ഈ സമ്പത്ത്, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ആസ്വദിക്കേണ്ട, ഇതൊന്നും നാളെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കുക. നല്ലൊരു യാത്രക്ക് എപ്പോ വേണമെങ്കിലും തയ്യാറാകുക എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചത്. അത് തന്നെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين أقم الصلاة